എല്ലാ മനുഷ്യന്റെയും കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്, പുണ്യം തരുന്നത്, കൂലി നിശ്ചയിക്കുന്നത് നിയ്യത്തടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഇരിക്കുന്ന ക്ലാസിന്റെ കൂലി കിട്ടുന്നത്, ഞാനിത് പഠിപ്പിക്കുമ്പോൾ എനിക്ക് കൂലി തരുന്നത് ഈ ക്ലാസിന്റെ പ്രൗഢിയിലല്ല, നിയ്യത്തടിസ്ഥാനത്തിലാണ്. നിയ്യത്തടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതനുസരിച്ചുള്ള കൂലി കിട്ടും. നമ്മൾ എന്താണ് നിയ്യത്ത് എന്ന് ആലോചിച്ച് നോക്കുക. ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മകനെ വിളിച്ച് ഉപദേശം കൊടുക്കുകയാണ്. യൗമൻ ഔസിനി യാ അബതി. ഒരു ദിവസം ബാപ്പാനെ വിളിച്ചു പറഞ്ഞു, ബാപ്പാ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? ഫഖാല, ബാപ്പ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇൻ ബിൽ ഖൈർ, നീ എന്ത് ചെയ്യുമ്പോഴും ഖൈർ നിയ്യത്ത് വെക്ക്. നീ എന്ത് ചെയ്യുമ്പോഴും ഖൈർ നിയ്യത്ത് വെക്ക്. കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനം മേടിക്കുമ്പോൾ ഒരു ഖൈർ നിയ്യത്ത് വെക്ക്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉമ്മാക്കിൻ്റെ ഉപ്പാക്കിൻ്റെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കണേന് എനിക്ക് കൂലി കിട്ടും എന്നുള്ള നിയ്യത്ത് വെക്ക്. അപ്പം എനിക്ക് കൂലി കിട്ടും. രാവിലെ ജോലിക്ക് പുറപ്പെടുന്ന മനുഷ്യൻ ആ ജോലിക്ക് പോണതിൻ്റെ മുമ്പ് ഒരു നിയ്യത്തുണ്ടാവണം. എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനാ പോണെന്നുള്ള നല്ല നിയ്യത്തുണ്ടെങ്കിൽ പണി എളുപ്പമാകും, എന്ത് പ്രയാസം വന്നാലും കൂലിയാവും. ആ മാർഗത്തിൽ അവൻ മരിച്ചാൽ ഫഹുവ ഷഹീദുൻ, അവൻ ഷഹീദാണ്. കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ. നിയ്യത്ത് വെച്ചോ, ഫഇന്നക ലാ തസാലു ബിഖൈരിൻ മാ നബൈതൽ ഖൈർ. നീ എത്ര കാലം നല്ല നിയ്യത്തോടെ പ്രവർത്തിച്ചുവോ അത്രയും കാലം നീ ഖൈറിലാണ്. നല്ല നിയ്യത്തിൽ തുടങ്ങിക്കോ. وعن أبي موسى رضي الله عنهما قال قال رسول الله صلى الله عليه وسلم, ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു, ഒരു അടിമക്ക് രോഗം വന്നു, ഔ സാഫറ, അല്ലെങ്കിൽ അവൻ യാത്രക്കാരനായി, കുത്തിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സ്വഹീഹാ, അവൻ അതേ സമയം അവൻ നാട്ടിലുണ്ടാകുമ്പോൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഒരു മനുഷ്യൻ മഗ്‌രിബിക്ക് പള്ളിക്ക് വന്ന ഇശാസ്കാരം വരെ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഒരാളാണ്. ഒരു ദിവസം പെട്ടെന്ന് കണ്ണൂർക്കൊന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അയാളുടെ മഗ്‌രിബി മുതൽ ഇശാ വരെയുള്ള ഒരു ഇബാദത്തും നടന്നില്ല. അയാൾ മുസാഫിറായിരുന്നു. അയാൾ സാധാരണഗതിയിൽ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവന്റെ കർമ്മരേഖാ പുസ്തകത്തിൽ എഴുതപ്പെടും. സുഹൃത്തുക്കളെ, ബദറിൽ പങ്കെടുക്കാത്ത ചില മനുഷ്യരെ കുറിച്ച് മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ബദറിൽ പങ്കെടുത്തവനെ പോലെയാണ്, അവന് ഗനീമത്ത് കൊടുക്കണം. എന്തിനാ? അവൻ വരണമെന്ന് ആഗ്രഹിച്ചവനാണ്. വരാൻ പറ്റാത്ത ചില തടസ്സങ്ങൾ അവന്റെ മുമ്പിൽ വന്നതാണ്. ഒരു രോഗിയായി 10 ദിവസം രോഗം ബാധിച്ച് പള്ളി പോകാൻ കഴിഞ്ഞില്ല. മറ്റെല്ലാ ഘട്ടത്തിലും മുടങ്ങാതെ പള്ളി വരുന്ന മനുഷ്യനാണ്. അയാൾക്ക് പള്ളി പോയതിന്റെ കൂലി തന്നെ കിട്ടും. എന്തിന്? നിയ്യത്തിന്. ഇനി അത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്നതിന്റെ പണി ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, ഇന്നമാ കുതിബത്തിൽ ഹസന ലി മുജറദിൽ ഇറാദ ലിഅന്ന ഇറാദത്തൽ ഖൈരി സബബുൻ ഇലൽ അമൽ. അയാൾ മനസ്സിൽ നിയ്യത്ത് വെച്ചു എന്ന് മാത്രമല്ല, ഈ മനസ്സിൽ ഉദ്ദേശം വെക്കുക എന്നത് നന്മയിലേക്കുള്ളൊരു കാരണമാണ്. വ ഇറാദത്തുൽ ഖൈരി ഖൈറുൻ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നുള്ളത് തന്നെ ഖൈറാണ്. ലിഅന്ന ഇറാദത്തൽ ഖൈരി മിൻ അമലിൽ ഖൽബി, ഉദ്ദേശിക്കുക എന്നത് ഖൽബിന്റെ ഒരു അമലാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രതിഫലമുണ്ട്. വിചാരിച്ചാൽ നമുക്ക് പുണ്യം നേടാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ടൊട്ടനേകം നന്മകൾ ചെയ്യണം എന്ന നല്ല ഒരു നിയ്യത്തുണ്ടാക്കിയെടുക്കുക. 2, റമദാനിന്റെ മുമ്പ് നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ആളുകൾ വിചാരിച്ചെന്തറിയോ, റമദാനായ തൗബ ചെയ്യാന്നാണ്. നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള സങ്കല്പം എന്താ? തൗബ ചെയ്യണം എപ്പോഴാണ്? റമദാൻ വന്നാൽ. ഉലമാക്കന്മാർ അവരുടെ കിതാബിൽ പറയുന്നത്, റമദാന്റെ മുമ്പ് നീ തൗബ ചെയ്തോ. കാരണം നീ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാ പോണത്. പാപികൾക്ക് എങ്ങനെയാണ് സുഹൃത്തെ അവന്റെ നന്മ കൊണ്ട് ഫലം കിട്ടുക? അതുകൊണ്ട് നീ ആദ്യം തന്നെ അങ്ങ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. സകല തെറ്റുകളിൽ നിന്നും വിട പറഞ്ഞിട്ട് ഒരുങ്ങിക്കോ. മാപ്പ് ചോദിക്കാനുള്ളവരോട് മാപ്പ് ചോദിച്ചോ.
അല്ല പുറത്തു തരും. വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ. തീർച്ചയായും ഞാൻ പാപം പൊറുക്കുന്നവനാണ്. അല്ല പറയാണ്, നാം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ആർക്ക്? ലിമൻ താബ, തൗബ ചെയ്യുന്നവന്, വആമന, വിശ്വാസം നന്നാക്കുന്നവന്, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നവന്. സൽക്കർമ്മം ചെയ്യാൻ പോവുകയാണ്, അതിന്റെ മുമ്പ് തൗബ ചെയ്ത് ഈമാൻ നന്നാക്കിയിട്ട് അമലു സ്വാലിഹാത്തിലേക്ക് ഒരുങ്ങിക്കോ. സുമ്മഹ്തദാ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് സന്മാർഗത്തിലായി നീ സഞ്ചരിച്ചോ. അങ്ങനെ ഒരാൾ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് നന്നായി ജീവിക്കാൻ തുടങ്ങിയാൽ വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ, അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കും. മറ്റൊരായത്തിൽ കാണാം, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ തിന്മകളെ നന്മയാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കും. തൗബ വലിയ ഗുണാണ്. തെറ്റ് ചെയ്യാത്തോനെ പോലെയാണ് ശരിക്ക് തൗബ ചെയ്യുന്നവൻ. അത്തായിബു കമൻ ലാ ദംബ ബിഹി, തൗബ ചെയ്യുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യാത്തോനെ പോലെയാണ് അല്ലാഹു തൗബ സ്വീകരിക്കുകയാണെങ്കിൽ. എന്ന് മാത്രമല്ല, ഉലമാക്കന്മാർ അവിടുന്ന് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ അവന്റെ റമദാൻ വരുന്നതിന്റെ മുമ്പുള്ള നിയ്യത്ത് നന്നാക്കലും തൗബ ചെയ്യലും പോലെ തന്നെ ചില മുന്നൊരുക്കങ്ങൾ അത്യാവശ്യമായി അവർ ചെയ്യണം. നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ അവരത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ സദസ്സിലുണ്ടല്ലോ, അവരൊക്കെ നോട്ട് വീട്ടാനുള്ളത് വേഗത്തിൽ വീട്ടണം. കഴിയാത്തവർ മൊത്ത് കൊടുക്കണം. കഫാറത്ത് ചെയ്യാനുള്ളവർ അത് ചെയ്യണം. അല്ലാത്ത പുരുഷന്മാരായ ആളുകൾ നോറ്റ് വീട്ടാനില്ലാത്തവർ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ എടുക്കണം. അതുമാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ശഅബാനിലായിരുന്നു അവിടുന്ന് ധാരാളം സുന്നത്ത് നോമ്പെടുത്തിരുന്നു. എന്നാൽ റമദാനിന്റെ ആദ്യ പകുതി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായ നോമ്പുകൾ എടുക്കാൻ പാടില്ല. മറിച്ച് തിങ്കളും വ്യാഴവും സ്ഥിരമായി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഷഅബാന്റെ അവസാനത്തിൽ എടുക്കാം. എല്ലാ മാസവും 3 നോമ്പ് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അവസാനത്തെ ഈ ഷഅബാന്റെ അവസാനത്തിൽ എടുക്കാം. റമദാൻ വരികയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷഅബാൻ പകുതി മുതൽ അങ്ങോട്ട് നോമ്പ് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ റമദാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പത്തെ 2-3 ദിവസം വേഗം ഒരു നോമ്പെടുക്കാൻ പാടില്ല. ഈ സംഭവങ്ങൾ ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നത് റമദാനിന്റെ ഒരു പ്രത്യേകത, അതിൻ്റെ മുന്നൊരുക്കം തന്നെയും നോമ്പ് നോറ്റങ്ങനെ തുടങ്ങുകയാണ് എന്ന്. കാന അഹബ്ബശ്ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ, ശഅബാനിൽ സുന്നത്ത് നോമ്പുകൾ അധികം എടുക്കുന്നതിന് പ്രവാചകന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സംഭവം നമ്മൾ ഈ ഹദീസുകളുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് ചേർത്ത് വെക്കുക. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ നമ്മുടെ മുറിഞ്ഞു പോയ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ തുന്നിച്ചേർക്കണം. പരസ്പരം എല്ലാവരോടും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് ആരോടും മിണ്ടാട്ടമില്ലാതെ എല്ലാവരും അയൽവാസികളോട് പിണക്കം, കുടുംബക്കാരോട് പിണക്കം, സ്വന്തം മാതാപിതാക്കളോട് മിണ്ടാതെ നടക്കുന്നവർ, ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് അവരുടെ ഉപ്പയോട് ഉമ്മയോട് അമ്മോശനോട് അമ്മായിമ്മയോട് മിണ്ടാതെ നടക്കുന്നവർ, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? എൻ്റെ വാക്കല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വസലകി വസൽതു, നീയുമായി കുടുംബ ബന്ധം ആരുമായി ചേർക്കുന്നുവോ അവനുമായി ഞാൻ ബന്ധം ചേർക്കും. കുടുംബ ബന്ധത്തിനോട് ആർക്കൊക്കെ ബന്ധമുണ്ടോ അവനോട് ഞാൻ ബന്ധം ചേർക്കും. വമൻ ഖതഅകി ഖതഅതു, അള്ളാന്റെ കൽപ്പനയാണ്. നോക്ക് നിങ്ങൾ, ആ കുടുംബവുമായുള്ള ബന്ധം ആരൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ടോ അവനുമായുള്ള ബന്ധവും വിച്ഛേദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ, നിനക്ക് സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ പിണക്കങ്ങൾ മാറ്റിവെച്ച് വിച്ഛേദിച്ച ബന്ധങ്ങളൊക്കെ വേഗം പോയി തിരുത്തിക്കോ. ഇന്ന് പോയിട്ട് നമ്മൾ ശരിയാക്കാണ്, സലാം പറയാനെ കെട്ടിപ്പിടിക്കുക, കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും, ചെറിയ ഒരു പരിക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയും, അവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോയിട്ട് ഒരു നിബന്ധനയും വെക്കാതെ അവൻ അങ്ങോട്ട് പ്രശ്നം തീർത്തല്ലോ, എന്ത് മനുഷ്യനാണ് അവൻ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. നിനക്ക് സ്വർഗം വേണോ? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചോൻ സ്വർഗത്തിലെത്തൂല. ഒരുപക്ഷെ ഈ ഹദീസ് കേട്ട എത്രയോ മനുഷ്യർ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു പള്ളിയിൽ ഈ ഹദീസ് പറഞ്ഞപ്പോൾ
സാധാരണഗതിയിൽ പള്ളിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഖത്തീബിനെ കൊണ്ടുപോകുന്ന ഒരാളെ പള്ളിയിൽ കാണുന്നില്ല. നമ്മളെ പള്ളിയിലല്ല, ഞാനും അങ്ങോട്ട് നോക്കണ്ട, ആ പള്ളിയിൽ കാണാനില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം വരുന്നു കാണുന്നില്ല. അല്പസമയം കഴിഞ്ഞ് കുറേ വൈകിട്ട് അദ്ദേഹം മോടിക്കതച്ച് വരുന്ന മുഖത്തൊക്കെ കണ്ണുനീരുണ്ട്, ആകെ നിറം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെവിടെയാണ്, എന്തത്ര വൈകിയത്? ഞാൻ എൻ്റെ പെങ്ങളുമായിട്ട് കുറെ കാലമായി വഴക്കിലായിരുന്നു. ആരാ പെങ്ങൾ? നമ്മുടെ ഉമ്മ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ് നമ്മുടെ മൂത്ത പെങ്ങള്. ഞാൻ എന്തോ ചില കാരണത്തിന്റെ പേരിൽ പെങ്ങളുമായി കുറെ കാലം തമ്മിൽ നടക്കായിരുന്നു. ഇത്ര വലിയ ഗൗരവമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. അത് കേട്ടത് മുതൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവളെ ചെന്ന് വാരിപ്പുണർന്നു, ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു, ഞാൻ അവളോട് സലാം പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞു തീർത്തു. എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ വേഗം ഇറങ്ങിപ്പോയത്. സത്യമാണ്, ഇതിന്റെ ഗൗരവം ഇതാണ്. ഇത് വലിയ ഒരു അക്രമകാരിയെ പോലെയാണ് നമ്മൾ കാണുന്നത്. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നവർ, പ്രത്യേകിച്ചും സ്വന്തം മാതാപിതാക്കൾ, ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ സ്വപ്നം കണ്ടുവരാം. അവർക്ക് പോരായ്മകളുണ്ടാവും. എത്രയോ ആളുകൾ അവരുടെ വാപ്പാനെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് പോരായ്മകൾ പറയാറുണ്ട്. ഉണ്ട്, ശരി തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വാപ്പാക്കും ഉമ്മാക്കൊക്കെ പോരായ്മകളും നെഗറ്റീവ്സും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ അവർ നമ്മുടെ വാപ്പയാണ്, അവർ നമ്മുടെ ഉമ്മയാണ്. അവരുടെ കാര്യത്തിൽ എന്നും നമുക്ക് ഊന്നലുണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുവോ? നമ്മളെ നോമ്പ് കൊണ്ട്, നമ്മുടെ റമദാൻ കൊണ്ട്? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. മാതാവിന്റെ പിതാവിന്റെ ദേശത്തിലാണ് അള്ളാഹുവിന്റെ ദേശവും ഉള്ളത്. ഉമ്മാക്കുപ്പാക്കും നമ്മളെ വെറുപ്പാണെങ്കിൽ പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ വെറുപ്പാണ് സമ്പാദിക്കുന്നത്. അവരെ പൊരുത്തപ്പെടിപ്പിക്കണം, അവരടുത്ത് ഒന്ന് മാപ്പ് ചോദിക്കണം, അവരെ പരിഗണിക്കണം, എന്നിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഇതിന്റെ മര്യാദ. പിണങ്ങി നിൽക്കുന്ന ഒരു പിണക്കത്തിനും 3 ദിവസത്തിലധികം ആയുസില്ല. സാധാരണ നമ്മൾ പെരുന്നാക്ക പറയാറുള്ളത്. പക്ഷെ അത് പോരെന്ന് തോന്നുന്നു. റമദാനിലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം കൃത്യമായി പടച്ച റബ്ബിന്റെ രേഖാപുസ്തകത്തിലേക്ക് ചേരാൻ ലാ യഹില്ലു ലിറജുലിൻ, ഒരാൾക്ക് അനുവാദമില്ല തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ ഫൗഖ സലാസി ലയാലിൻ, 3 രാത്രിയിലധികം. മനസ്സിൽ അസൂയയും പകയും വെറുപ്പ് വെച്ച് നടക്കുന്നവന് അവൻ മോശക്കാരൻ തന്നെയാണ്. തൻ്റെ സഹോദരനോട്, സുഹൃത്തിനോട് പിണങ്ങി നിൽക്കുന്നവൻ അവൻ അബദ്ധത്തിലാണുള്ളത്. മനസ്സ് ശുദ്ധമാക്കി പാപക്കറകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തിന്മകളിൽ നിന്ന് മാറി നന്മകളിലേക്ക് കൂടുതൽ സമയം ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടെത്തണം. തിരക്കുകൾ വരാൻ സാധ്യതകളുണ്ട്. പൊറാട്ടക്കാരൻ തീരുമാനിക്കുന്നത്, ആലോചിക്കുന്നത് എത്ര പൊറാട്ട ഈ റമദാനിൽ അടിച്ചു തീർക്കാൻ പറ്റുന്ന അവൻ ആലോചിക്കുന്നത്. സമൂസക്കാരൻ ആലോചിക്കുന്നത് എത്ര സമൂസ ചെലവാക്കാൻ പറ്റുന്ന ചിന്തിക്കുന്നത്. തീറ്റക്കാരൻ മനസ്സിലാക്കുന്നത് എത്ര തിന്ന് തീർക്കാൻ പറ്റുന്ന ആലോചിക്കുന്നത്. നമ്മൾ തിരിച്ചാലോചിക്കേണ്ടവരാണ്. ഞാൻ എൻ്റെ ഈ റമദാന് കൊണ്ട് എന്താണ് നേടേണ്ടത്? എന്ത് നന്മയാണ് എനിക്ക് തുന്നിച്ചേർക്കാൻ പറ്റിയത്? ഏത് പ്രാർത്ഥനയാണ് എനിക്ക് സ്ഥിരമായി പതിവാക്കാൻ കഴിഞ്ഞത്? എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. തിരക്കുകളിൽ പെട്ടുകൊണ്ട് റമദാൻ നമ്മൾ അങ്ങോട്ട് ആകെ തിരക്കില്ലേ. ആളുകൾ അങ്ങനെ പറയാം, എന്തുണ്ടായി റമദാൻ? ഒരു ഒഴിവുണ്ടായില്ല. അത് പറയരുത് നമ്മൾ. അതിനാണ് ഇത്ര നേരത്തെ ക്ലാസ്. റമദാനായി ഞാൻ ഫുള്ള് തിരക്കിലായി എന്ന് പറയരുത്. അതിനെന്താ ചെയ്യുക? ഷെഡ്യൂൾ ഉണ്ടാക്കണം. യാത്രകൾ എവിടെയൊക്കെ വെട്ടിക്കുറക്കാൻ പറ്റും. കച്ചവടത്തിൽ എനിക്ക് എപ്പോൾ കട തുറന്ന് മിനിമം, എൻ്റെ ഏറ്റവും മിനിമം കുറച്ചു നേരം തുറക്കാൻ പറ്റുന്ന കടകൾ ഇങ്ങനെ എത്ര എനിക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് സ്റ്റാഫിനെ പുതിയത് അപ്പോയിന്റ് ചെയ്തിട്ട് എനിക്കൊന്ന് മാറിപ്പോരാൻ പറ്റും? ഇങ്ങനെ നന്നായി ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് തിരക്കുണ്ടാക്കുന്ന കച്ചവടക്കാരൊക്കെ അതിൽ നിന്നൊക്കെ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കി, സമയക്രമീകരണം ഉണ്ടാക്കി, ഒഴിവു സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ അവൻക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റമദാനിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ആ രൂപത്തിലാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ എൻ്റെ ഭാഗം, ഇനി റമദാൻ വരാനിരിക്കുകയാണ്. റമദാനിനകത്ത് ഞാൻ എന്തു ചെയ്യണം?
റമദാൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നോമ്പോൽക്കലാണ്. എല്ലാവർക്കും അറിയാം, അതൊന്നും ഇനി പ്രത്യേകം ഒന്നും പറയേണ്ടതിൽ. നോമ്പിന് നിയ്യത്ത് വേണമെന്നും, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുന്നു, ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുന്നും, ലൈംഗിക ബന്ധങ്ങൾ പാടില്ല എന്നും ഒന്നും ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ല എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ നമുക്കറിയേണ്ടത് നോമ്പുകാരനാണെന്ന അദബ് പലപ്പോഴും ആളുകൾ പാലിക്കുന്നില്ല. ഞാനൊരു നോമ്പിലാണ് ഉള്ളത് എന്ന ആ അദബും ചിട്ടവട്ടങ്ങളും പാലിക്കാതെ പോകുന്ന ഒരാളായി മാറരുത്. തന്നോട് ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കയർത്തു വന്ന് സംസാരിച്ചാൽ പോലും ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്. അതൊരു സുരക്ഷാ കവചമാണ്. നമുക്ക് പറയാൻ പറ്റുന്ന, രക്ഷപ്പെടാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ്. ഞാൻ നിന്നെപ്പോൾ എതിർത്ത് സംസാരിക്കൂല, നീ ഇപ്പം എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെപ്പോൾ വഴക്കിടാൻ തയ്യാറല്ല, ഞാൻ നോമ്പുകാരനാണ്. അവൻ വളരെ മിതത്വത്തിലും നിയന്ത്രണത്തിലുമായി മാറുന്നതാണ് അവൻ്റെ നോമ്പ്. അവന് തഖ്വയുണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരാൾ ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പുകാരനായാൽ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. സുഹൃത്തുക്കളെ, വിശുദ്ധമായ റമദാനിൽ നമ്മുടെ നോമ്പുകൾ വരുമ്പോൾ അതിൻ്റെ അത്താഴത്തിൽ നമുക്കൊരു ജാഗ്രതയുണ്ടാവണം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത്. എന്നാൽ അത്താഴം കഴിച്ചതിൻ്റെ പേരിൽ സുബഹി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത്താഴം കഴിച്ച് നീച്ച് സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് പിന്നെയും കിടന്നുറങ്ങി. പിന്നെ നിസ്കാരം എപ്പോഴാണ്? നിസ്കാരം പിന്നെ 7 മണിക്ക്. സുന്നത്തെടുത്തു, ഫർദ് ഒഴിവാക്കി. ഒരു ഫർദും നഷ്ടപ്പെടാൻ പാടില്ല. നോമ്പുകാരന്റെ ഫർദുകളുടെ കൂട്ടത്തിലാണ് നമസ്കാരം പെടുക. അതുകൊണ്ട് തന്നെ അവന്റെ അത്താഴം അവനുണ്ട്, അതിൻ്റെ ചിട്ടകൾ അവൻ പാലിക്കുന്നു. നേരത്തെ സാധാരണ പോകാത്തതുപോലെ അവൻ പള്ളിയിലേക്ക് നേരത്തെ പോകാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ എണീറ്റിട്ടുണ്ട്. ബാങ്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞവൻ അതികണ്ട നേരത്തെ വന്നിരുന്നയാൾക്ക് 10 മിനിറ്റ് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ട്. പ്രാർത്ഥനകൾ ചെല്ലാം. ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒക്കെയുണ്ട്. ആ ചാൻസുകൾ അവൻ നഷ്ടപ്പെടുത്തിക്കൂടാ. റമദാനിൽ രാത്രിയിലുള്ള നമ്മുടെ നമസ്കാരം, തറാവി, പകൽ ഇത്രയൊക്കെ നോമ്പ് നോറ്റിട്ടും രാത്രി കടന്നുറങ്ങിക്കോളിന്നല്ലല്ലേ നമ്മളോട് പറഞ്ഞത്? റമദാനിന്റെ രാത്രിയിലുള്ള നിസ്കാരത്തിനും വലിയ പോലിശ പറഞ്ഞു. ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് ആരെങ്കിലും റമദാനിൽ രാത്രി നിസ്കാരം ശരിക്ക് നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമ്മൾ ആ നിസ്കാരത്തിനെ തറാവീഹ് എന്ന് പറയാം. ഈ തറാവീഹ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴായി ആദ്യത്തെ ഒരു 10-12 ദിവസം തരക്കടില്ലാതെ ആളുകൾ ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസത്തിന് സഫിൽ ആളില്ല. നമ്മൾ വിചാരിക്കുമ്പോഴേക്ക് ഏത് പള്ളിക്കാ പോയിക്കണം, അപ്പുറത്തെ പള്ളിയിലില്ല, അപ്പുറത്തെ ഒരു സ്ഥലത്തില്ല, ഒരു പള്ളിയിൽ തന്നെ ഇല്ല. തുടക്കത്തിൽ ഇങ്ങോട്ട് ആവേശം മൂത്തിട്ട് 1ാമത്തെ സഫിൽ നടുവിൽ വന്ന് നിൽക്കും. പിന്നെ അവസാനത്തെ സഫിലും കൂടി ഇല്ല. ആവേശം ഉണ്ടായ പോരാ, അവസാനിക്കുവോളം അതിന്റെ നനവ് കൊണ്ടു നടക്കാൻ കഴിയണം. തറാവീഹ് നമസ്കാരം, നമ്മുടെ നോമ്പ് തുറകൾ പോലും ശ്രദ്ധിക്കുക. മഗ്രിബ് നമസ്കാരം നഷ്ടപ്പെടുന്ന നോമ്പ് തുറകളിൽ നമ്മൾ ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ ഇഫ്താർ ഉണ്ടോ? പ്രശ്നമൊന്നുമില്ല, എതിർപ്പൊന്നുമില്ല. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടുകാരുടെ ഇബാദത്ത്, അന്ന് ഫുള്ള് പാത്രം കഴുകലും ഭക്ഷണത്തുമായിട്ട് ഓല കാര്യം കഴിഞ്ഞു. അവിടെ വന്ന ആളുകളുടെ മഗ്രിബ് ജമാഅത്ത്, അവിടുത്തെ ഫുഡിന്റെ ആധിക്യം കാരണം കൊണ്ട് ഇശാവും തറാവിയും പോയിട്ട് ഇന്നൊരു നോമ്പുറുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നത്തെ തറാവിക്ക് ആകെ അൽക്കുൽത്തായി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. ആരത് പറയാ? ആരും പറയണില്ല. തറാവീഹ് നമസ്കാരം കൃത്യമായി ജമാഅത്തായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, നിസ്കാരത്തിന്റെ പേരെന്നെ വിശ്രമിച്ച് നിസ്കാരം എന്നാണ്. വേഗം തീർക്കണ്ട. മസ്ന 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 2 റക്അത്ത് നിസ്കരിച്ച് സുദീർഘമായി ഖുർആൻ ഓതി കുറച്ചേരം റെസ്റ്റ് ചെയ്തൊന്ന് വെള്ളം കുടിക്കാണ്ട് വെള്ളം കുടിക്കുക, പ്രശ്നമൊന്നുമില്ല. വീണ്ടും നിസ്കരിക്കുക. അങ്ങനെ ആശ്വാസത്തോടെ ആ നമസ്കാരം പൂർത്തിയാക്കി ഇടക്കിടക്ക് വാച്ച് നോക്കിയിട്ട് എപ്പോഴാ അത് കഴിയാന്ന് വെച്ചാൽ പിന്നെ കുറെ ഇമാമിന്റെ മുഖത്തേക്ക് ദേഷ്യം പിടിച്ചു നോക്കൊന്നും വേണ്ട. നമ്മൾ സാവകാശത്തിൽ തീർക്കാൻ പ്ലാനിട്ട് വന്നാൽ മതി. കൃത്യമായിട്ട് വരിക, നല്ല നീയത്തോടെ പുറപ്പെടുക, ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത് ആ സമയത്ത് ശരിയാക്കി വെക്കുക. അല്ലെങ്കിൽ തറാവി ഒരു സുഖം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇശാ നമസ്കാരത്തിന് എത്തണം. പലരും തറാവീഹിനെത്തും, ഇശാക്കെത്തൂല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു. സുന്നത്തിന് വന്നു, ഫർദിന് കാണാനല്ല.
എല്ലാവരും കടകളൊക്കെ പൂട്ടി എന്താ തിരക്കിട്ട് പോണത്? തറാവിക്കെത്തണം. തറാവിക്കെത്തിയ പോരാ, ഇഷാക്കെത്തണം. തറാവിനല്ല ആളുണ്ട്, ഇഷാ തുടങ്ങുമ്പോ ആളില്ല. ഹദീസുകളിൽ വന്ന വാക്ക് കാണാം, മൻ സല്ലൽ ഇശാ, ആരെങ്കിലും ഇശാ നമസ്കരിച്ചാൽ, ഫി ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട്, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ അർദ്ധരാത്രി വരെ നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ജമാഅത്തിൻ, അവൻ ജമാഅത്തായി സുബ്ഹ് നമസ്കരിച്ചാൽ, ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ്. അപ്പൊ ഇശാവും സുബ്ഹി എന്തായാലും ആയി. ഇനി ഓരോ വക്തും നമുക്ക് ഫർളായിട്ട് നമ്മൾ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കണം. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനോട് പറഞ്ഞല്ലോ, ബാങ്ക് കേൾക്കാറുണ്ടോ? ഫാജിബ്, പള്ളിയിൽ ഉത്തരം നൽകാൻ വരണമെന്നാ പറഞ്ഞു. അതിനേക്കാൾ വലുതുണ്ടോ നമ്മുടെ ഷോപ്പ്? അതിനേക്കാൾ വലുതുണ്ടോ നമ്മുടെ ജോലി? ഒരു കാരണവും നമുക്ക് പറയാനില്ല. പ്രത്യേകിച്ച് റമദാനിലെ ഒരു ജമാഅത്തും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നന്നായി ആലോചിക്കും. ഞാൻ കുറെ ഉറങ്ങി അപ്പോൾ ജമാഅത്ത് പോയി പറയരുത്. ഞാൻ അവിടെ നിന്ന് നോമ്പറുണ്ടായിരുന്നു, അപ്പോൾ നിസ്കരിക്കാൻ ജമാഅത്തിന് എത്താൻ പറ്റില്ല. ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. എപ്പോഴും കയ്യിൽ നോമ്പ് തുറക്കേണ്ട സമയമാണെങ്കിൽ വണ്ടിയിലോ എവിടെയെങ്കിലും ലേശം ഈത്തപ്പഴം വെള്ളം വെക്കുക, പള്ളി എവിടെ കിട്ടണമെങ്കിൽ കയറി നിസ്കാരം കഴിയുക. ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. അത് മാത്രല്ല, സുന്നത്ത് നിസ്കാരങ്ങൾ പോലും ഞാൻ പറയുമ്പോൾ മുടങ്ങാതെ പാലിക്കാൻ കഴിയണം. പള്ളി കയറിയാലുള്ള തഹിയ്യത്ത് നിസ്കാരം ഒരു സുജൂദാണ് കിട്ടുന്നത്. ളുഹറിന്റെ മുമ്പായി തീർക്കേണ്ടുന്ന ളുഹാ നമസ്കാരം ഈ റമദാനിൽ നമ്മൾ തുടങ്ങാൻ നമുക്ക് പറ്റണം. വുളു ഉണ്ടാക്കിയാൽ 2 റക്അത്ത് നമസ്കാരം, ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ, അതൊക്കെ തുടങ്ങാനുള്ള ചാൻസ് ആണത്. ഒരു സുജൂദ് നമുക്ക് കിട്ടിയാൽ നമ്മൾ കൊതിച്ചു പോകും, ഒരു സുജൂദിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമസ്കാരത്തിലും മറ്റുമുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഉണ്ടാവണം. ഇഅ്തികാഫിൽ നമ്മളെല്ലാവരുടെയും ഒരു സാന്നിധ്യം അറിയിക്കാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസമെങ്കിലും നമ്മൾ ഇഅ്തികാഫിരിക്കണം. ഒരു മാറ്റം, ഒരു ഒഴിഞ്ഞിരിക്കൽ. ഞാനും എൻ്റെ ജോലിയും കുടുംബവും തിരക്കൊക്കെ മാറ്റിവെച്ച് ഖബറിനകത്ത് നമ്മൾ പരലോകത്ത് ഒറ്റക്ക് കിടക്കേണ്ടുന്ന രംഗത്തെ പോലെ ഞാനും എൻ്റെ കാര്യവും മാത്രമായി ഒഴിഞ്ഞിരിക്കൽ. ഇഅ്തികാഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥത ഒഴിഞ്ഞിരിക്കുക, ഭജന ഇരിക്കുക എന്ന് പറയും. മറ്റ് ശുഗലൊക്കെ മാറ്റി വെച്ചിട്ട് അത് ഇഅ്തികാഫ് ഇരിക്കുക എന്നും പറഞ്ഞ ഒരാൾ ഫോണും കൊണ്ട് വന്നിരുന്ന് കുറേ നേരം ഫോൺ നോക്കിയിരുന്ന അവൻ ഒഴിഞ്ഞിരിക്കണില്ല. അവൻ ഇതിന്റെ ശുഗലിലാണ്. അവൻ അള്ളാഹുവിലേക്ക് മടങ്ങി വരുന്നില്ല. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞ് കുറെ ചങ്ങായിമാര് വട്ടം കൂടിയിട്ടുള്ള കഥ മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. അവനക്ക് ഇഅ്തികാഫ് ആയിട്ടില്ല. അവൻ അങ്ങനെ ഒരു ഒഴിഞ്ഞിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. സ്വസ്ഥമായി ഒറ്റക്കിരുന്ന് ഏകാന്തമായ ഇബാദത്തുകളുടെ സമയമാണ് ഇഅ്തികാഫ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാനത്തെ റമദാനിൽ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു എന്ന് പറഞ്ഞല്ലോ. സ്വതക്കകൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ധാരാളമായി ചെയ്യാനുള്ള അവസരമുണ്ട്. അതിന് മുമ്പ് നിർബന്ധമായ ഫറലായ സക്കാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ സക്കാത്ത് കൊടുത്തോളൂ. ഏത് മാസത്തിലാണോ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് ആ മാസം അവൻ കൊടുത്തു തീർക്കണം. റമദാനിൽ കൊടുക്കുന്നവരാണെങ്കിൽ അവർ റമദാനിൽ അത് കൊടുത്തു വീട്ടണം. അതിൻ്റെ മസാലകൾ ധാരാളമുണ്ട്. പുതിയ കാലത്ത് മ്യൂച്വൽ ഫണ്ട് കൊടുക്കാൻ പറ്റുമോ? ഷെയർ മാർക്കറ്റിൽ കൂടാൻ പറ്റുമോ? ഗോൾഡ് കൊണ്ടുപോയി ലോക്കറ്റിൽ വെച്ചാൽ അവിടുന്ന് പ്രശ്നമുണ്ടോ? ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തുണ്ട്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കിതാബ് വെച്ച് നമുക്ക് സംശയങ്ങൾ തീർക്കാൻ പറ്റും. സക്കാത്ത് കൊടുക്കാതിരിക്കാൻ ഒരു വഴിയില്ല. കൂടുതൽ സംശയം ചോദിക്കണമല്ലോ, അധികവും സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കണതിന് എതിർക്കല്ല. കൊടുക്കണമെന്ന് വിചാരിക്കണോ? എനിക്ക് 100 കാരണമുണ്ട് കൊടുക്കാൻ. കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ നോക്കിയിട്ട് മുപ്പരായ്മ കൂടും. നമ്മുടെ സക്കാത്ത്, നമ്മുടെ പണത്തിന് സക്കാത്തുണ്ട്, നമ്മുടെ കൃഷിക്ക് സക്കാത്തുണ്ട്, സ്വർണത്തിന് സക്കാത്തുണ്ട്, കച്ചവടത്തിന് സക്കാത്തുണ്ട്, കൃഷിക്ക് സക്കാത്തുണ്ട്, നിധി കിട്ടുന്നതിന് സക്കാത്തുണ്ട്. ആര് കൊടുക്കണം? സ്വതക്ക കൊടുക്കാൻ നമ്മൾ ഉഷാറാണല്ലോ. നമ്മുടെ നാട്ടിലെ സക്കാത്തിന്റെ ശതമാനം നോക്കിയിട്ടുണ്ടോ? നമസ്കാരത്തിന്റെ ശതമാനം മുസ്ലിമീങ്ങൾക്കിടയിൽ 75%. ആൾക്കാർ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, ബാക്കി 25 കുറവുള്ളൂ. ഹജ്ജിന് പോകേണ്ടുന്നവരിൽ ഹജ്ജിന് പോകുന്നവരുടെ ശതമാനം 50 ഏകദേശം. എന്നാൽ
നമ്മുടെ സക്കാത്തിന്റെ ശതമാനം നോക്കി നിങ്ങൾ, 20% ആളുകൾ പോലും വ്യവസ്ഥാപിതമായി സക്കാത്ത് കൊടുക്കണില്ല. എത്രയാണ് കൊടുക്കേണ്ടത്? ചിലത് 2.5 ചിലത് 5 ചിലത് 10 ചിലത് 20%. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടും. നമ്മുടെ സമ്പത്തിന്റെ, സ്വർണത്തിന്റെ, പണത്തിന്റെ ഒക്കെ സക്കാത്ത് 2.5%. കൃഷി ഉണ്ട്, നമ്മൾ നനച്ചുകൊടുത്ത് പണിക്കാരൊക്കെ വെച്ച് പണിയെടുപ്പിക്കുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ 5%. ഒരു വെള്ളം കൊടുക്കലുമില്ല, നനക്കലുമില്ല, അതിൽ ഇങ്ങനെ ലാഭം കിട്ടുന്ന വല്ല കൃഷി പരിപാടിയാണോ 10%. എവിടെ നിന്നെങ്കിലും നമുക്ക് നിധി കിട്ടിയാൽ അതിന് 20%. എല്ലാത്തിലും ഉണ്ട്. ആ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച് വായിക്കുമ്പോ 83-ലേറെ ആയത്തുകൾ ഖുർആൻ പറഞ്ഞത് സക്കാത്ത് കൊടുക്കണം, നിസ്കരിക്കണം. നമ്മുടെ പള്ളിയിൽ സക്കാത്ത് സെല്ല് പ്രവർത്തിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1,00,000-ന്റെ മേലെ നമ്മൾ സംഖ്യകൾ സ്വരൂപിച്ചു. പാവപ്പെട്ട അർഹതപ്പെട്ട യഥാർത്ഥ അവകാശികളുടെ വീടുകളിലും ആവശ്യമായ സംരംഭങ്ങൾക്കും അത് നൽകാൻ കഴിഞ്ഞു. ഒട്ടനേകം കുടുംബങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമദാനിലും ആ കാര്യത്തിൽ എല്ലാവരും സഹകരിച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഈ സംഘടിത സക്കാത്ത് സംവിധാനങ്ങൾക്ക് കഴിയും. അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ സംഘടിതമായി നേർച്ച നടത്തും, സംഘടിതമായി ഉറൂസ് നടത്തും, ആന ഇളകും, ആന മറിയും, ഒന്നും പ്രശ്നമില്ല. സംഘടിതമായി വേറെ എന്താ പല കൂത്താട്ടങ്ങൾ, കുത്തറാത്തീവ് നടക്കും, പ്രശ്നമില്ല. പക്ഷെ സംഘടിതമായി സക്കാത്ത് കൊടുക്കരുത് എന്ന് പറയുന്ന പിന്തിരിപ്പന്മാർ എല്ലാ കാലത്തുമുണ്ട്, ഇക്കാലത്തും ഉണ്ടാവും. വായിക്ക, പഠിച്ച, നിബിധങ്ങളുടെ കാലത്തുള്ള സക്കാത്തൊക്കെ വായിച്ച സക്കാത്തിന്റെ അവകാശികളിൽ ഒരാളുടെ പേര് സക്കാത്തിനു വേണ്ടി പണിയെടുക്കുന്നവൻ. ഞാൻ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ സക്കാത്തിന് പണിയെടുക്കുന്ന ആളുണ്ടാവുക? ഉണ്ടാവൂല. അതുകൊണ്ട് പൗരോഹിത്യം നമുക്കുണ്ടാക്കുന്ന സംഭവങ്ങളാണത്. നോമ്പ് തുറപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന അത്രയും പാവങ്ങളെ എത്രമാത്രം അർഹതപ്പെട്ടവർക്ക് ഏറ്റവും സിമ്പിളായി ലളിതമായ നോമ്പ് തുറകൾ വ്യാപിക്കട്ടെ. നമ്മുടെ പള്ളിയിലും അത്തരത്തിൽ നോമ്പുതുറയുടെ ആ ആഡംബരങ്ങൾ അധികം കടന്നു വരാതെ, ഭക്ഷണത്തിന്റെ ആധിക്യം കടന്നു വരാതെ, സംഖ്യ തരുന്ന മനുഷ്യർക്ക് വലിയ ഭാരമാകാതെ ലളിതമായ നോമ്പുതുറകൾക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. സയ്യിദ് ഇബ്നു ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഫത്തറ സ്വായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ലു അജ്രിഹി, അവന്റെ അതേ പ്രതിഫലം അവന് നേടാൻ കഴിയുന്നതാണ്. നോമ്പ് നോറ്റ ആൾക്ക് ഒരാളെ നോമ്പ് തുറപ്പിച്ച 2 നോമ്പിന്റെ കൂലി നേടാൻ പറ്റും എന്നാണ് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാവിനെ നോമ്പുകാലത്ത് നന്നായിട്ട് സൂക്ഷിക്കണം. ഞാൻ തുടക്കം മുതൽ പറഞ്ഞു, ഖുതുബയിലൊക്കെ പറഞ്ഞു, വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. നാവിനെ നിയന്ത്രിക്കാത്ത, കണ്ണിനെ നിയന്ത്രിക്കാത്ത, കാതിനെ നിയന്ത്രിക്കാത്ത സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പട്ടിണി വെറുതെയാകും. നോമ്പുകാലം വരുമ്പോൾ ഇല്ലാത്ത മാപ്പിള പാട്ടുകളൊക്കെ പുറത്തേക്ക് ചാടും. എന്തേ? സിനിമ പാട്ട് കേട്ട ഹറാമല്ലേ? അപ്പോൾ മാപ്പിളപ്പാട്ടാണ് ഈ ഹലാലെന്നാണ് ധരിച്ചിരിക്കുന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഉപയോഗം വെച്ച് നടക്കുന്ന ഏത് രാഗങ്ങളും നമുക്ക് വിലക്കപ്പെട്ടതാണ്. ഇന്നും അന്നും പറ്റൂല. റമദാനായ കുറച്ച് ഖുർആൻ കേട്ടൂടെ, പ്രഭാഷണങ്ങൾ കേട്ടൂടെ, നമ്മുടെ നാവുകൾ കൊണ്ട് നല്ലത് പറഞ്ഞൂടെ, ആളുകൾക്ക് സത്യം പഠിപ്പിച്ചു. ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഈമാനിന്റെ ഇളക്കം പറ്റുന്ന മാസമാണ്. 10 മിനിറ്റ് നിന്ന് ദഅവത്ത് നടത്തി ഉപദേശിച്ച അയാളുടെ മനസ്സിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും. ചില വ്യക്തികൾ അവരുടെ സങ്കടങ്ങൾ തുറന്നു പറയില്ല. അവരോടൊപ്പം കുറച്ചൊന്ന് ഇരുന്ന് നോക്കിയേ നിങ്ങൾ. ഈ നാട്ടിലെ എത്രയോ വ്യക്തികൾ അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവനിങ്ങനെ നോക്കും, ആരോട് ഞാൻ സംസാരിക്കും, ആരോട് ഞാൻ പറയും? വിശ്വസിച്ച ഒരാളോട് തൻ്റെ വിഷമങ്ങളും വ്യസനങ്ങളും ദുഃഖങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന, തന്നെ ആശ്വസിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന ഒരാളില്ലാത്ത എത്ര പേരുണ്ട്? നമ്മളാവണം അവൻ്റെ ചുമലിൽ കൈപ്പിടിച്ച് ഈ പറയും, എന്താണ് എൻ്റെ പ്രശ്നം? ചിലപ്പോൾ ഒരു ഗുളികൻ്റെ പ്രശ്നമായിരിക്കും, ചിലപ്പം ചികിത്സൻ്റെ പ്രശ്നമായിരിക്കും, വീടില്ലാത്ത പ്രശ്നമായിരിക്കും, ഭാര്യ വീട്ടിലെ പൊരുത്തക്കേടുകളായിരിക്കും, മക്കളിലുണ്ടാകുന്ന ദൂരവ്യാപകമായ ലഹരിയുടെ പ്രത്യാഘാതങ്ങളോ എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പുതിയ തലമുറയിൽ വെരിഞ്ഞു മുറുകിയ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേറിക്കഴിയുന്നവരുടെ മുമ്പിൽ നമ്മുടെ നാവ് കൊണ്ട് ഒരു അംറ് ബിൽ മഅറൂഫ്, ഒരു നന്മ കൽപ്പിക്ക്, വനഹിയുൻ അനിൽ മുൻകർ, ഒരു തിന്മയെ തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക്.
വത്തസ്ബീഹു സദഖത്തുൻ, ഒരു സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്, വൽഹംദുലില്ലാഹ് സ്വതക്കയാണ്. വഇമാതത്തുൽ ലദാ അനി ത്വരീഖി സ്വതക്കത്തും, വഴി കിടക്കുന്ന ഒരു മാലിന്യം കൈകൊണ്ടാണ് ഒഴിവാക്കാൻ പറ്റുമോ, നിനക്ക് സ്വതക്കയാണ്. നാവിനെ നന്നായി നിയന്ത്രിച്ച് എങ്കിലേ നമുക്ക് നമ്മുടെ നോമ്പിന്റെ ശരിയായ ഗുണം, ഷഹ്റു സ്വബരി, ക്ഷമയുടെ മാസമെന്ന് വിശേഷിപ്പിച്ച ഈ റമദാൻ നമുക്ക് അങ്ങനെയാക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മൊബൈൽ ഫോണുകൾ സമയം കൃത്യമായി ചിട്ടപ്പെടുത്തണം. ഒഴിവാക്കാൻ പറ്റുന്ന സകല ആപ്പുകളും ഒഴിവാക്കണം. വളരെ ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചു നോക്കി, എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്ന് കുറേ നോക്കി. അവസാനം ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കി, ഫേസ്ബുക്ക് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഒരു ഗൂഗിൾ പേയും വാട്സപ്പും ഉണ്ട്, അതിപ്പോൾ ഒരു വകുപ്പും കാണില്ല. അത് നമ്മുടെ എത്ര സമയ ലാഭം എന്നറിയും. ആ സമയം കൊണ്ട് എത്ര പുസ്തകം വായിക്കാൻ പറ്റുന്നുണ്ടെന്നറിയും. ആ സമയം ഉപയോഗിച്ചിരുന്ന സംഭവം കൊണ്ട് വേറെ എത്ര പണി നടക്കുന്നുണ്ടെന്നറിയും. ഇതിലങ്ങോട്ട് കയറി ഇരുന്ന് നമ്മുടെ എത്രയോ ചില ഗുണങ്ങളൊക്കെ ഹൈറുകളുണ്ട്. എത്രയോ ആളുകൾക്ക് ഇസ്ലാമിക മെസ്സേജ് എത്തിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാൽ കുറേ സമയങ്ങൾ അങ്ങനെ കടന്നു പോവാണ്. ഫോൺ എടുക്കുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കണം, ഞാൻ എന്തിനാണ് ഫോൺ എടുക്കണത്? ഒരാൾക്ക് വിളിക്കാണ്ട്, മെസ്സേജ് അയക്കാണ്ട്, പരിപാടി കഴിഞ്ഞാൽ നിർത്തിയേക്കണം. ഇത് ഒന്ന് ആപ്പ് തുറന്നാൽ പിന്നെ അടുത്ത ആപ്പിലേക്ക് പോവാണ്, പിന്നെ അത് വലിച്ചാൽ പിന്നെ അടുത്തയിലേക്ക് പോവാണ്. ഇത് നെറ്റ്വർക്ക് അങ്ങനെ പോവാണ്. ഇത് റമദാനിലാകുമ്പോഴോ നമ്മുടെ സമയം ഒരുപാട് ഫ്രീ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പോണ സമയമൊക്കെ ലാഭല്ലേ, ആ സമയമൊക്കെ ഇത് മരിക്കാം. പള്ളിക്ക് അങ്ങോട്ട് വന്ന ആളുകൾ ഫാൻ അങ്ങോട്ട് ഇടുന്നു, അവിടെ കിടക്കുന്നു, യാ അല്ലാഹ് മാ സലാമ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കാണുകയാണ്. എന്നിട്ട് ഓൻ്റെ വീഡിയോൻ്റെ സൗണ്ട് അപ്പുറത്ത് നിസ്കരിക്കണോ കേൾക്കുകയാണ്. ഇത് പള്ളിയാണ് എന്നും എൻ്റെ ഈ സൗണ്ട് അവിടെ കേൾക്കേണ്ടതല്ല എന്നും ഒരു പരിസരബോധം കൂടി ഇല്ലാതെ കുറേ മനുഷ്യന്മാർ ചില പള്ളികളിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, നിസ്കാര സമയത്തല്ലാതെ ഫാൻ ഉപയോഗിക്കുന്നത്. കാരണം കൊണ്ട് ഇതങ്ങോട്ട് ഫാൻ അങ്ങോട്ട് തുറന്ന് ഷർട്ട് അങ്ങോട്ട് ഊരി വെച്ചിട്ട് ഇരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ചില സാധുക്കളായ മനുഷ്യന്മാർ, ഇവിടെ എത്രയോ കച്ചവടക്കാരുണ്ട്, ഈ പെരും ചൂടത്ത് ആ സാധു ഒന്നും മയങ്ങാൻ വേണ്ടി വന്നവർക്ക് ആ സാധുവിനെ ഉറങ്ങാൻ അയക്കൂല. നമ്മൾ ശല്യക്കാരനാവരുത്. നമ്മൾ ഈ പള്ളിയിലെ, നാട്ടിലെ, അങ്ങാടിയിലെ ഒരു ശല്യക്കാരനായി നമ്മളെ കാണുമ്പോൾ ആളുകൾ പറയരുത്, ഓ അയാൾ വരുന്നുണ്ട്, ഓ വല്ലാത്തൊരു പുറത്തിമുട്ട് ഉണ്ടാക്കരുത്. ഒരു ശല്യമായി നമ്മൾ മാറരുത്. ആ കാര്യമൊന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒഴിവു സമയം കിട്ടുന്ന സമയങ്ങളെ ഏറ്റവും നല്ല കാര്യങ്ങൾ, വെറുതെ പത്രം നോക്കി എല്ലാം മറിച്ച് നോക്കി, കുറേ TV കണ്ടിരുന്ന് നോക്കി, പിന്നെ കുറേ ഗെയിം കളിച്ചിരുന്ന് നോക്കി, നെറ്റൊക്കെ എത്ര ഓഫാക്കിയിടാൻ പറ്റുമെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എത്ര ഓഫാക്കിയിടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കുക. അത്രയും സമയം നമുക്ക് ലാഭത്തിന് ഒരു ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെ നമ്മൾ പ്ലാൻ ചെയ്യുക. SSLC-ക്കാരും +2-കാരൊക്കെ ഉണ്ടാവും വീട്ടിൽ, അതിനൊക്കെ അവർക്ക് പഠിക്കണം. അവരുടെ പഠിപ്പിനും എന്നാൽ നമ്മുടെ ഇബാദത്തിനും തടസ്സമാകാത്ത രൂപത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ഇരുന്ന് ചിന്തിക്കുക. എൻ്റെ പഠനത്തെയും ബാധിക്കാൻ പാടില്ല, എന്നാൽ നോമ്പിനെയും റമദാനിനെയും ബാധിക്കാൻ പാടില്ല. തറാവീഹിനെ ബാധിക്കാൻ പാടില്ല, എന്നാൽ പഠനത്തിനെ ബാധിക്കാൻ പാടില്ല. ഖുർആനോത്ത് മുടങ്ങാൻ പാടില്ല. നല്ലൊരു കൃത്യമായ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷോപ്പിംഗ് മാളുകളിലും അങ്ങാടികളിലും, ഞാൻ ഇതുവരെ വന്ന 4 റമദാനുകളിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അങ്ങാടികളിൽ വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് ഒരു 9 മണി 10 മണി കഴിഞ്ഞ് നിറച്ച ആളുകളാണ്. പകൽ സമയത്തെ ചൂടും പകൽ നോമ്പ് ആയതുകൊണ്ട് രാത്രിയാണ് എല്ലാവരും ഇറങ്ങി വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, റമദാന്റെ പകലും മാത്രമല്ല ഫضല്, റമദാനിൻ്റെ രാത്രിക്കും ഫضലുണ്ട്. ആളുകളുടെ വിചാരം അത് പകലായ മാത്രമേ ഉള്ളൂ. അല്ല, ഫി കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും എന്ന് ഹദീസ്. അതിൻ്റെ നന്മയും ഖൈറും ബറക്കത്തുകളും ഒക്കെ ഉണ്ട്. ആവശ്യമായ സാധനങ്ങളൊക്കെ വീട്ടിക്ക് മേടിക്കണോ, ഇനി സമയമുണ്ടല്ലോ, ഒന്ന് സെറ്റാക്കിക്കോളി. പെരുന്നാളൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ, നേരത്തെ വന്ന് എടുത്തോളൂ. അങ്ങാടിയിൽ ഇറങ്ങി വിലസുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടത് കുടുംബനാഥന്മാര് ശ്രദ്ധിക്കുക. കുടുംബങ്ങൾ എല്ലാവരും റമദാനിൽ എൻ്റെ മക്കൾക്ക് നോമ്പുണ്ടോ എന്ന് ചിന്തിക്കുക. എൻ്റെ മക്കൾക്ക് നോമ്പ് പരിശീലിപ്പിക്കാൻ എനിക്ക് പറ്റുമോ എന്നാലോചിക്കുക. റമദാനുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ നടക്കുന്ന സകല പ്രവർത്തനങ്ങളും ഇഫ്താർ കിറ്റിൽ എല്ലാവരുടെയും ഒരു ചെറിയ വിഹിതം ഉണ്ടാവേണ്ടതുണ്ട്. മെയിൻ്റനൻസിൻ്റെ ഒരു നല്ല വിഹിതത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് നല്ലൊരു പങ്കുണ്ടാവേണ്ടതുണ്ട്. വരുന്ന നോമ്പുതുറകളിൽ നമ്മുടെ വിഹിതം ആദ്യം പേര് കൊടുക്കണം. ഇന്ന് എൻ്റെ റമദാൻ 1 എൻ്റെതാണ്, റമദാൻ 10 എൻ്റെതാണ്, എണ്ണി തിട്ടപ്പെടുത്ത രൂപത്തിൽ നമ്മുടെ നോമ്പുതുറകൾ നമ്മുടെ പള്ളികളിൽ നടക്കേണ്ടതുണ്ട്. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളിലും നമ്മളുണ്ടാവണം. അതോടൊപ്പം വരാനിരിക്കുന്ന ഞായറാഴ്ച
യൂത്ത് കോൺക്ലേവ് എന്ന പേരിൽ യുവാക്കൾക്ക് വേണ്ടി നടത്തുന്നൊരു പ്രോഗ്രാമുണ്ട്. മുഴുവൻ യുവാക്കളോടും സ്നേഹത്തോടെ പറയാണ്, ജീവിതത്തിൽ ഒരു വലിയ തിരിച്ചറിവും ദിശാബോധവും ഉൾക്കാഴ്ചയും ഗുണപാഠങ്ങളും പഠിപ്പിക്കുന്ന നന്മ നിറഞ്ഞ ഒരു സദസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഇരട്ടിയിൽ വെച്ചുകൊണ്ടാണ്. അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ഇതേപോലെ ഒരു റമദാൻ കാല പഠനത്തിന് വേണ്ടുന്ന ഒരു അഖിലം റമദാൻ ക്ലാസ് ഞായറാഴ്ച മഗ്രിബ് നമസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കണം, ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹത്തായ ഫദ്ലും ഔദാര്യങ്ങളും ഖൈറും ബറക്കാത്തുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വീഴ്ചകളും അവൻ നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ട് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ഒട്ടനേകം സഹോദരങ്ങൾ, അവർക്ക് നോമ്പും റമദാനും ഒക്കെ ഒരു പരീക്ഷണമായി മാറുകയാണ്. അല്ലാഹുവേ അവർക്കെല്ലാം ശിഫ നൽകണമേ റഹ്മാനെ. അവരുടെ നെയ്യത്തിനുള്ള പ്രതിഫലം നീ അവർക്ക് നൽകണമേ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അല്ലാഹുവേ ഈ പള്ളിയും അനുബന്ധമായതിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ സഹകരിച്ച പലരും ഇന്നാറടി മണ്ണിലാണ്. പടച്ച റബ്ബേ, അവരുടെ ബർസഖിൻ്റെ ലോകത്ത് സ്വർഗത്തിൻ്റെ കാഴ്ചകൾ നീ കാണിച്ചു കൊടുക്കണമേ റഹ്മാനെ. നമ്മുടെ പള്ളി അനുബന്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒട്ടനേകം നമ്മുടെ സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ. നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമയും സന്തോഷവും നൽകണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.